ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിലെ റിവിഷനാണ്. മലയാളം പഠിച്ച കാര്യങ്ങൾ, എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യുവാണ്. റെഡിയാണല്ലോ? ഓക്കെ. അതിനു മുൻപ് നിങ്ങൾ തേർഡ് ടൈമിൻ്റെ ട്യൂഷനിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കിഡ്സ് ഏരിയ ഓൺലൈൻ തേർഡ് ടൈമിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മധുരമുള്ള പലഹാരങ്ങൾ. മധുരമുള്ള ഏതൊക്കെ പലഹാരങ്ങൾ നിങ്ങൾക്കറിയാം? ഇതാ ഇവിടെ നോക്കിയേ, ഈ കുപ്പിയിൽ എന്താ ഇടുന്നേ? ലഡു. എന്താ ലഡു? ലഡു ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഈ ലഡുവിൻ്റെ അടുത്ത് എന്താ ഇരിക്കുന്നേ? റെഡ് കളറിൽ ജിലേബി. എന്താ? ജിലേബി. ജിലേബി മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണ്? ലഡു. ഇതെന്താണ്? ജിലേബി. ലഡുവിന് മധുരം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ജിലേബിക്ക് മധുരം ഉണ്ടോ? അതോ കയ്പാണോ? മധുരമുണ്ട്. ലഡുവിനും ജിലേബിക്കും മധുരമുണ്ട്. അപ്പോൾ മധുരമുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാ? നിങ്ങൾക്കറിയാവുന്ന മധുരമുള്ള പലഹാരങ്ങൾ പറഞ്ഞേ. ജിലേബി, ലഡു. ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടോ? ഉണ്ണിയപ്പത്തിന് മധുരം ഇല്ലേ? മധുരമുണ്ട്. ഹൽവ കഴിച്ചിട്ടുണ്ടോ? ഹൽവയ്ക്ക് മധുരം ഇല്ലേ? ഉണ്ട്. നെയ്യപ്പം. നെയ്യപ്പത്തിനും മധുരമുണ്ട്. മിഠായിയോ? മിഠായിക്കും മധുരമുണ്ട്. അപ്പോൾ മധുരമുള്ള പലഹാരങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാം? ജിലേബി, ലഡു, ഉണ്ണിയപ്പം, ഹൽവ, നെയ്യപ്പം, മിഠായി, ഇതൊക്കെ എഴുതാൻ കേട്ടോ. മഞ്ഞ നിറമുള്ള പലഹാരങ്ങൾ. മഞ്ഞ നിറമുള്ള ഏതൊക്കെ പലഹാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ആലോചിച്ച് നോക്കിയേ. മഞ്ഞ നിറത്തിലുള്ള ജിലേബി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവർക്ക് മഞ്ഞ നിറത്തിലുള്ള ജിലേബി ഉണ്ട് കേട്ടോ. ലഡു കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കേക്ക് കഴിച്ചിട്ടുണ്ടോ? മഞ്ഞ നിറത്തിലുള്ള കേക്ക്. ഹൽവ കഴിച്ചിട്ടുണ്ടോ? ബോളി കഴിച്ചിട്ടുണ്ടോ? മഞ്ഞ നിറമുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാ? ജിലേബി, ലഡു, കേക്ക്, ഹൽവ, ബോളി. നിങ്ങൾക്ക് ഏതൊക്കെ അറിയാവോ? മഞ്ഞ നിറത്തിലുള്ള പലഹാരം അറിയാലോ. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. തവിട്ട് നിറമുള്ള പലഹാരങ്ങൾ ഏതാ? തവിട്ട് നിറം എന്ന് പറഞ്ഞാൽ ബ്രൗൺ. തവിട്ട് നിറത്തിലുള്ള പലഹാരങ്ങൾ. ഉണ്ണിയപ്പം തവിട്ട് നിറമല്ലേ? ബ്രൗൺ അല്ലേ? ഉണ്ണിയപ്പം, നെയ്യപ്പം. തവിട്ട് നിറത്തിലുള്ള ഹൽവയും ഉണ്ട് കേട്ടോ. ഉണ്ണിയപ്പം, നെയ്യപ്പം, തവിട്ട് നിറത്തിൽ ഹൽവയുമുണ്ട്. ഇനി എരിവുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാ? എരിവുള്ള പലഹാരങ്ങൾ ഉള്ളിവട, പരിപ്പ് വട. ഉഴുന്നുവടയിൽ മുളകൊക്കെ ഇടാറുണ്ടല്ലേ, അങ്ങനെ എരിയും. പക്കാവട. ഇതൊക്കെ എരിവുള്ള പലഹാരങ്ങളാണ്. വട്ടത്തിൽ ആരെല്ലാം ഉണ്ട്? വട്ടത്തിലിരിക്കുന്ന എന്തൊക്കെയുണ്ട്? ദോശ, പത്തിരി. ദോശ വട്ടത്തിലല്ലേ? ആണ്. അപ്പവും വട്ടത്തിലാണ്. പത്തിരി വട്ടത്തിലാണ്. ചപ്പാത്തി വട്ടത്തിലാണ്. ജിലേബി വട്ടത്തിലാണ്. ബോളി വട്ടത്തിലാണ്. അപ്പോൾ വട്ടത്തിലുള്ള പലഹാരങ്ങൾ അറിയാലോ? അറിയാം. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ? അറിയാം. ഇനി എണ്ണയിൽ പൊരിക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെ? എണ്ണയിൽ പൊരിക്കുന്നവ ഉണ്ണിയപ്പം, പൂരി, നെയ്യപ്പം. ഇതൊക്കെ എന്താ? എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് അല്ലേ? ഉണ്ണിയപ്പം, പൂരി, നെയ്യപ്പം ഇതൊക്കെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. ആവിയിൽ വേവിക്കുന്ന ഏതൊക്കെ പലഹാരങ്ങൾ അറിയാം? ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ പുട്ട്, ഇഡലി, ഇടിയപ്പം. ഇതൊക്കെ ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാ? പുട്ട്, ഇഡലി, ഇടിയപ്പം. ചുട്ടെടുക്കുന്ന എന്തൊക്കെ അറിയാം? ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ അപ്പം ചുട്ടെടുക്കാറുണ്ട്, ദോശ ചുട്ടെടുക്കാറുണ്ട്, ചപ്പാത്തി ചുട്ടെടുക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചുട്ടെടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ദോശ ചുട്ടെടുക്കുന്നത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ പൊരിക്കുന്നവ ഏതൊക്കെയാ? ഉണ്ണിയപ്പം, പൂരി, നെയ്യപ്പം. ഇതൊക്കെ എണ്ണയിലാണ് കേട്ടോ പൊരിക്കുന്നത്. ആവിയിൽ വേവിക്കുന്നതോ?
പുട്ട്, ഇഡലി, ഇടിയപ്പം. ചുട്ടെടുക്കുന്ന എന്തൊക്കെയാണ്? അപ്പം, ദോശ, ചപ്പാത്തി. ഇനി ആഹാരത്തിന്റെ രുചികൾ അറിയണം. ആഹാരത്തിന്റെ രുചികൾ: എരിവ്, മധുരം, ചൂട്, തണുപ്പ്, പുളിപ്പ്. നിങ്ങളിത് മാച്ച് ചെയ്യണം കേട്ടോ, യോജിപ്പിക്കണം. പുളി, ചായ, ഐസ്ക്രീം, മുളക്, ജിലേബി. ഇതിൽ എരിവ് എന്തിനാണ്? എരിവ് പുളിക്കാണോ, ചായക്കാണോ, ഐസ്ക്രീമിനാണോ, മുളകിനാണോ, ജിലേബിക്കാണോ? മുളകിനാണ്. എരിവ് എന്തിനാണ്? മുളകിനാണ്. മധുരം എന്തിനാണ്? പുളി, ചായ, ഐസ്ക്രീം, ജിലേബി. ചൂട് എന്തിനാണുള്ളത്? ചൂട് പുളി, ചായ, ഐസ്ക്രീം. ചൂട് എന്തിനാണ്? ചായക്ക്. തണുപ്പ് ഏതിനാണ്? തണുപ്പ് പുളിക്കാണോ, ഐസ്ക്രീമിനാണോ? ഐസ്ക്രീമിനാണല്ലേ തണുപ്പ്. പുളിപ്പ് എന്തിനാണ്? പുളിപ്പ് മുന്തിരിക്ക് പുളിപ്പാണ്, പുളിയും പുളിപ്പാണ്. ഓക്കെ, പാകത്തിന്റെ രുചികൾ അറിയാലോ. എന്തൊക്കെയാണ് രുചികൾ? ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കിയത് എന്താണ്? എരിവാണ്. എരിവ് കണ്ടോ? ഐസാണ് കയ്യിലിരിക്കുന്നേ. തണുപ്പ്. ഇവിടെ നോക്കി, മുളക് കഴിച്ചാലോ എരിവാണല്ലേ. ഇതാ ഇവിടെ നോക്കിയ ഈ കുട്ടി എന്ത് ചെയ്യാണ്? ചൂട് ചായ കുടിക്കുക. ചായക്ക് ചൂടാണ്. ഓക്കെ, അപ്പോൾ ആഹാരത്തിന്റെ രുചികൾ അറിയാലോ. എരിവാണോ, മധുരമാണോ, ചൂടാണോ, തണുപ്പാണോ, പുളിപ്പാണോ? ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അറിയത്തില്ലേ? അറിയാം. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ജീവികളെ വളർത്തുന്നുണ്ട്? പൂച്ചയുണ്ടോ? പൂച്ച. ഇതാണ് നോക്കി, ഈ വീട്ടിൽ പൂച്ചയുണ്ട്. ഇതാ കണ്ടോ, വട്ടത്തിലുള്ള ദോശ കണ്ടോ? ചുട്ടെടുക്കുന്നത് കണ്ടോ? ചുട്ടെടുക്കുന്നു. ദോശ വട്ടത്തിലാണ്. ഇവിടെ ഏത് ജീവിയാ വരുന്നേ? പൂച്ച. പൂച്ചയെ കണ്ടിട്ടുണ്ടോ വീട്ടിൽ വളർത്തുന്നത്? നായയെ കണ്ടിട്ടുണ്ടോ? തത്ത വീട്ടിൽ വളർത്താറുണ്ടല്ലേ. കോഴിയെ വളർത്തും, താറാവിനെ വളർത്തും. പൂച്ച, നായ, തത്ത, കോഴി, താറാവ്, ആട്, പശു, ഇതൊക്കെ വീട്ടിൽ വളർത്താറുണ്ടല്ലേ. ഇതിൽ പൂച്ചയ്ക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുക വീട്ടിൽ നിന്ന്? ഏതൊക്കെ ആഹാരമാ കൊടുക്കുക? മത്സ്യം കൊടുക്കും, ചോറ് കൊടുക്കും അല്ലേ. മത്സ്യവും ചോറും കൊടുക്കും. നായയ്ക്കോ? നായ്ക്കാണെങ്കിൽ ഇറച്ചി കൊടുക്കും, മത്സ്യം കൊടുക്കും, ചോറ് കൊടുക്കും, പലഹാരങ്ങൾ കൊടുക്കും, ബിസ്ക്കറ്റൊക്കെ കഴിക്കും അല്ലേ നായ. തത്തയ്ക്കാണെങ്കിലോ? പഴം, പാല്. പഴവും പാലും തത്തയ്ക്ക് ഇഷ്ടമാണ്. പൂച്ചയ്ക്ക് പാലും കൊടുക്കും കേട്ടോ. കോഴിക്കോ? പലഹാരങ്ങൾ കൊടുക്കും, ചോറ്, അരി, നെല്ല്, ഗോതമ്പ്, ഇതൊക്കെ കൊടുക്കും അല്ലേ. താറാവിന് എന്തൊക്കെ കൊടുക്കാറുണ്ട്? ഇതുപോലെ കോഴിക്ക് കൊടുത്തതുപോലെ ചോറ്, അരി, നെല്ല്, ഗോതമ്പ്, പലഹാരങ്ങൾ, ഇതൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികൾ കഴിക്കുന്ന പലഹാരങ്ങൾ എഴുതാൻ ചോദിച്ചാൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയാലോ. ആദ്യം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അവ കഴിക്കുന്നത് എന്താണെന്ന് എഴുതുക. എഴുതുമല്ലോ. മത്സ്യം എന്ന് എഴുതണ്ട, മീനെന്ന് എഴുതിയാൽ മതി കേട്ടോ. മീനെന്ന് എഴുതാൻ അറിയാലോ, മീനെന്ന് എഴുതിയാൽ മതി. ഊണിന് എന്തൊക്കെ വിഭവങ്ങളുണ്ട്? ഊണിന് എന്തൊക്കെ ഉണ്ടാവും? ഇതെവിടെ നോക്കിയേ, ഊൺ തയ്യാർ. ഹോട്ടൽ ഡയാനയിൽ എന്താ എഴുതിയിരിക്കുന്നേ? ഊൺ തയ്യാർ. ഊണ് കണ്ടോ? ഊണിന്റെ പടം കണ്ടോ? ഊണിന്റെ ചിത്രം കണ്ടോ? കണ്ടു അല്ലേ. ഊണ് കഴിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ ഊണുണ്ടാക്കാറുണ്ടല്ലേ. ഇതാ ഇവിടെ ഈ ഹോട്ടലിൽ ഊണ് തയ്യാറായി. ഊണിനുള്ള വിഭവങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇന്ന് എന്തൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഊണിനുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പപ്പടം ഊണിന് വിഭവമാണോ? ആണ്, വട്ടമിട്ടു. ജിലേബിയോ? അല്ല. ഉപ്പേരിയോ? അതെ, ഊണിന് നമ്മൾ ആദ്യം ഉപ്പേരി കൊടുക്കാറുണ്ട് കേട്ടോ. സാമ്പാർ? അതെ, സാമ്പാറും ഊണിന് വിഭവമാണ്. നെയ്യപ്പം? അല്ല. അവിയൽ? അതെ. തോരൻ? അതെ. അച്ചാർ? അച്ചാറും ഊണിന് കൊടുക്കാറുണ്ട്. കേക്ക് ചോറിൽ വയ്ക്കാറുണ്ടോ? ഊണിൽ വയ്ക്കാറുണ്ടോ? ഇല്ല. ഇറച്ചി? ഊണിൻ്റെ കൂടെ ഇറച്ചിയില്ല. എന്നാൽ ചിലർ എന്ത് ചെയ്യും?
ഇറച്ചിയും മീനൊക്കെ കഴിക്കാറുണ്ട്. ലഡു ഇല്ല. ചോറ് ഉണ്ട്, ചോറുണ്ട്. ചോറാണ് ഊണിൻ്റെ പ്രധാന വിഭവം അല്ലേ. ഇഞ്ചിക്കറി ഉണ്ടാകും, അച്ചാറിനെ പോലെ ഇഞ്ചിക്കറി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ തന്നാൽ നിങ്ങൾക്ക് ഊണിനുള്ള വിഭവങ്ങൾ കണ്ടെത്തി എഴുതാനായിട്ട് അറിയാലോ. അറിയില്ലേ? അറിയാം. ഊണിനുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. ചോറ്, പപ്പടം, അവിയൽ, സാമ്പാർ, പരിപ്പ്, ഉപ്പേരി, തോരൻ, ഇഞ്ചിക്കറി, മോര്, രസം. എഴുതില്ലേ? എഴുതും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നല്ല ആഹാരശീലങ്ങൾ എന്തൊക്കെയാ? നല്ല ആഹാരശീലങ്ങൾ എന്തൊക്കെയാ? ഇവിടെ നോക്കിയേ, ഈ കുട്ടി ആഹാരം അടച്ചു വെക്കുകയാണ്. നല്ല ശീലമാണോ മോശം ശീലമാണോ? നല്ല ശീലം. ദാ ഈ കുട്ടിയെ നോക്കിയേ, ചൂടുള്ള വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നു. തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചു കുടിക്കുന്നു. തിളപ്പിച്ചാറിയ വെള്ളം, തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച് കുടിക്കുകയാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇവിടെ നോക്കിയേ, ഈ കുട്ടിയെ നോക്കിയേ, എല്ലാവരും ഭക്ഷണത്തിനായിട്ട് ഇരിക്കുവാണ്. എന്നാൽ ഈ കുട്ടി ഭക്ഷണം വെറുതെ കളയുകയാണ്. കണ്ടു, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭക്ഷണം പാഴാക്കരുതെന്ന്. ഇവിടെ നോക്കിയേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. അത് ഈ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അവിടെ എന്ത് എഴുതിയിരിക്കുകയാണ്? ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ കുട്ടികൾ ഫുഡ് കഴിക്കാനായിട്ട്, ആഹാരം കഴിക്കാനായിട്ട് വരികയാണ് കേട്ടോ. ആഹാരം കഴിക്കാൻ വരുമ്പോൾ അവരോട് പറയാണ് ഭക്ഷണം പാഴാക്കരുത്, അത് തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നിങ്ങൾ പഴകിയ ആഹാരം കഴിക്കുമോ? ഇന്നലത്തെ ചോറാണോ നിങ്ങൾ ഇന്ന് കഴിക്കുന്നത്? പഴങ്കഞ്ഞിയല്ല, അല്ലാതെ ഇന്നലെ പഴകിയ ആഹാരം കഴിക്കുമോ? ഇല്ല. ആഹാരം തുറന്നു വെച്ചിട്ട് പോയിട്ട് പിന്നെ വന്ന് കഴിക്കുമോ? ഇല്ല. ആഹാരം അടച്ചു വയ്ക്കും. പഴകിയ ആഹാരം കഴിക്കില്ല. ആഹാരം കഴിക്കുന്നതിന് മുൻപ് കൈയും വായും വൃത്തിയാക്കോ? യെസ്. ആഹാരത്തിന് മുമ്പ് കൈയും വായും വൃത്തിയാക്കും. ആഹാരം കഴിച്ചിട്ട് നന്നായി കൈയും വായും കഴുകും. നമ്മൾ എന്ത് ചെയ്യും? ആഹാരത്തിന് മുൻപ് കൈയും വായും വൃത്തിയാക്കും. ആഹാരം കഴിച്ചിട്ടോ കൈയും വായും കഴുകും. ഭക്ഷണം പാഴാക്കുമോ? വെറുതെ കളയുമോ? കഴിക്കാതെ ഭക്ഷണം ഇങ്ങനെ പുറത്തുകൊണ്ട് കളയുമോ? ഇല്ല. ഭക്ഷണം പാഴാക്കുകയില്ല. നിങ്ങൾ രാവിലെ കഴിച്ച പാത്രത്തിൽ കഴുകാതെയാണോ ഉച്ചയ്ക്ക് കഴിക്കുന്നേ? അങ്ങനെ കഴിക്കോ? രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ആ പാത്രം കഴുകിയില്ല, നിങ്ങളവിടെ വച്ചിട്ട് പോയി. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതും ആ പാത്രത്തിലാണോ? ആ പാത്രം കഴുകാതെയാണോ? അല്ല. വൃത്തിയുള്ള പാത്രത്തിൽ ആഹാരം കഴിക്കും. നിങ്ങൾ കിണറിൽ നിന്നോ പൈപ്പിൽ നിന്നോ വെള്ളം എടുത്ത് അതുപോലെ കുടിക്കുവോ? ഇല്ല. അത് നിറയെ ജെംസ് ഉണ്ടാകും, നിറയെ അണുക്കൾ ഉണ്ടാകും. നമ്മൾ കാണാത്ത ഒത്തിരി ബാക്ടീരിയാസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. നമ്മളങ്ങനെ ചെയ്യില്ലേ അല്ലേ? എന്തു ചെയ്യും? വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് നമ്മൾ കുടിക്കും. അപ്പോൾ അത് നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കും. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കും. അപ്പം എന്തൊക്കെയാ ചെയ്യുക? പഴകിയ ആഹാരം കഴിക്കില്ല, ആഹാരം അടച്ചു വയ്ക്കും, ആഹാരത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകും, ഭക്ഷണം പാഴാക്കുകയില്ല, വൃത്തിയുള്ള പാത്രത്തിൽ ആഹാരം കഴിക്കും, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കും. നല്ല ആഹാരശീലങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. ഇവിടെ നോക്കിയേ, ഇതൊരു പച്ചക്കറിക്കട, ഇതോ പലചരക്കു കട. പച്ചക്കറി കടയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ മേടിക്കാൻ കിട്ടുക? പച്ചക്കറി കടയിൽ എന്തൊക്കെ മേടിക്കാൻ കിട്ടും? ക്യാരറ്റ് കിട്ടും. ക്യാരറ്റ് ഉണ്ട്, തക്കാളിയുണ്ട്, മത്തങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, കാബേജ് ഉണ്ട്, കത്തിരിക്കയുണ്ട്, ആണല്ലോ, നാരങ്ങയുണ്ട്. നമുക്കിവിടെ നോക്കാം പച്ചക്കറിക്കടയിൽ എന്തൊക്കെയാണുള്ളതെന്ന്. ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി, വെണ്ടയ്ക്ക, കോവൽ, മത്തങ്ങ, ഇതുപോലത്തെ സാധനങ്ങൾ എവിടെയാ കിട്ടുക? പച്ചക്കറിക്കടയിൽ കിട്ടും. പലചരക്കു കടയിലോ? പലചരക്കു കട ഇവിടെ നോക്കിയേ, ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, പഴങ്ങളുണ്ട്. ഇവിടെ വിൽക്കും എന്ന് പറഞ്ഞ് ബോർഡ് കണ്ടോ? അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? മുട്ട, ആപ്പിൾ, മുന്തിരി, നാരങ്ങ, പപ്പായ, മാങ്ങ,
പലചരക്കാണ്, പല സാധനങ്ങളും എന്ത് ചെയ്യും, വിൽക്കും. എന്നാൽ പച്ചക്കറി കടയിലോ പച്ചക്കറി മാത്രം. പലചരക്ക് കടയെന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും, വിൽക്കും. അതാണ് പലചരക്ക് കട. അരി, ഗോതമ്പ്, സോപ്പ്, ആപ്പിൾ, മാങ്ങ, പാൽ, ശർക്കര, തേൻ, പഞ്ചസാര, മുട്ട ഇവയെല്ലാം ഒരേ ഇനത്തിൽപ്പെട്ടതാണോ? അല്ല. പലചരക്കു കടയെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ഒത്തിരി സാധനങ്ങൾ അവിടെ വിൽക്കപ്പെടുന്നതാണ് പലചരക്കു കട. അപ്പോൾ പച്ചക്കറി കടയും പലചരക്കു കടയും മനസ്സിലായല്ലോ? മനസ്സിലായി. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ സ്മൈലി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ചിരിച്ച മുഖവും ചിരിക്കാത്ത മുഖവും, ഹാപ്പിയും സാഡും. നിങ്ങൾ ചെയ്യുമെങ്കിൽ ഇവിടെ ടീച്ചർ കുറച്ച് ശീലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നല്ല ശീലങ്ങൾ. നിങ്ങളത് ചെയ്യുമെങ്കിൽ ഹാപ്പി ഫേസ്, ചെയ്യില്ല എങ്കിൽ സാഡ് ഫേസ്. നോക്കിയേ, നേരത്തെ എണീക്കും അല്ലേ, നന്നായി ഉറങ്ങും. നിങ്ങൾ നന്നായി ഉറങ്ങുമോ രാത്രി? എങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഹാപ്പി ഫേസ് കൊടുക്കണം. രാവിലെ നേരത്തെ ഉണരും. ഇവിടെ 6 മണി ആയിട്ടുണ്ട്. 6 മണിക്ക് ആ കുട്ടി എണീറ്റു. നിങ്ങൾ എത്ര മണിക്ക് എണീക്കുന്നത്? ഓക്കെ, രാവിലെയാണോ? നേരത്തെ ഉണരുവോ? അങ്ങനെയാണെങ്കിൽ ഹാപ്പി ഫേസ്, അല്ലെങ്കിൽ ഇതാണ് സാഡ്. കണ്ടോ, മുകളിലേക്ക് കണ്ടോ, എന്നിട്ട് താഴേക്ക് മൗത്ത്, വായ് താഴേക്ക് വന്നാൽ സാഡ്, വായ് മുകളിലേക്ക് പോയാൽ ഹാപ്പി. ഓക്കെ. ദിവസവും പല്ല് തേക്കും. ഹാപ്പി ആണോ സാഡാണോ? ഹാപ്പി. നഖം വെട്ടാറുണ്ട്. ഹാപ്പി. എന്നും കുളിക്കും. സാഡ്? നോ, ഹാപ്പി. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമോ? യെസ്, ഹാപ്പി. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്യുമെങ്കിൽ ഹാപ്പി ഫേസ് ആയിരിക്കും. നന്നായി ഉറങ്ങും, രാവിലെ നേരത്തെ ഉണരും, ദിവസവും പല്ല് തേക്കും, നഖം വെട്ടാറുണ്ട്, എന്നും കുളിക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട നല്ല ശീലങ്ങൾ. ചെയ്യില്ലേ? ചെയ്യും. ചെയ്തില്ലെങ്കിൽ നമ്മളുടെ മുഖം ഇങ്ങനെയാവും. കാരണം എന്താ? നമുക്ക് രോഗം വരും. രോഗം വന്നാലോ നമുക്ക് ഹാപ്പി ആയിരിക്കുമോ? രോഗം വന്നാൽ ഇല്ല. രോഗമില്ലെങ്കിലോ? രോഗം വന്നില്ല എങ്കിൽ നമ്മൾ ഹാപ്പി. അപ്പോൾ നമ്മുടെ മുഖം ഹാപ്പി ഫേസ്. രോഗം വന്നാലോ സാഡ് ആയിരിക്കും അല്ലേ, വിഷമിച്ചിരിക്കും നമ്മൾ. ഓക്കെ, മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? ഇതിൽ നിന്നും എക്സാമിന് ചോദിക്കുന്നുണ്ടാവും. നല്ലതുപോലെ നിങ്ങൾ ക്ലാസ് കേൾക്കുക കേട്ടോ. ഓക്കെ, ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.